സോ ഹേ ഗൈസ്, പുതിലേക്ക് എല്ലാവർക്കും ഒരു കൂടി സ്വാഗതം. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിലാണ്. സോ നമ്മൾ 2 ദിവസം വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു, എനിക്ക് എക്സാം ആയിരുന്നു. സോ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വേൾഡിലാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇതായി കാണുന്നൊരു ആനിമൽ ബാണും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ നമ്മൾ ഈ ഒരു കസ്റ്റം ട്രീയും കൂടി കണ്ടു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുതിരക്ക് വേണ്ടി. അതല്ല കേട്ടോ, നമ്മുടെ കുതിര ഇവിടെ ഇവയാണ് നമ്മുടെ കുതിര. ഈ കുതിരക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഹോൾസ് ടേബിൾ ഉണ്ടാക്കും. അതാണ് നമ്മൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഇതുവരെ പേരൊന്നും ഇട്ടിട്ടില്ല. അതേപോലെ ഇവരുണ്ട്, 2 ആൾക്കാരും കൂടി എൻ്റെ പേരിന് വേണ്ടി. ഇപ്പം വിച്ചിൻ്റെ സൗണ്ട് കേട്ടല്ല. ഓക്കെ, 2 ആൾക്കാരും കൂടി ഉണ്ട്. നിങ്ങൾ ഇതുവരെ പേരൊന്നും ഇട്ടിട്ടില്ല, ഇവരിതൊന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇതാണ് നമ്മുടെ കൗവും ഷീപ്പും. ഇതിനകത്തോട്ട് ഇനി പന്നി പോയി ആരോഗ്യം ഇടാം. ഇതാണ് നമ്മുടെ ബാണി. ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയാണ്. ഇത് കണ്ടിട്ടില്ലെങ്കിൽ പോയി ചെക്ക് ചെയ്യുക. അതേപോലെ ഈ വീടും ഈ ഫാമും ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇന്ന് നമുക്ക് നമ്മുടെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് അവിടുത്തെ പരിപാടികൾ നോക്കണം. കുറച്ചധികം പരിപാടികളുണ്ട്. ഇതാണ് നമ്മുടെ വില്ലേജ്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ഈ ആ മലയുടെ മണ്ടയിലായിരുന്നു നമ്മൾ സ്പോണായത്. അപ്പം നമുക്ക് നേരെ അടിയിലോട്ട് വന്നപ്പം ഈ ഒരു വില്ലേജ് കിട്ടി. പിന്നെ നമ്മൾ ഈ വില്ലേജിലാണ് സെറ്റ് ആയി. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഹോസ്റ്റ് ടേബിൾ ഉണ്ടാക്കാൻ പോകുന്നത്. സോ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. കുറച്ച് മെറ്റീരിയൽസും വേണം. ആദ്യം എങ്ങനെ ഉണ്ടാക്കണം എന്ന് പ്ലാനും ചെയ്യണം. സോ ഫസ്റ്റത്തെ കാര്യം നമുക്ക് വേണ്ടത് ഈ ഒരു ഡാർക്ക് ഓക്കാണ്. സോ ആദ്യം നമുക്ക് ഈ ഒരു ഡാർക്ക് ഓക്ക് ഒന്ന് ഇവിടുന്ന് വെട്ടിയെടുക്കണം. അതേപോലെ പറ്റുന്നിടത്തോളം സാപ്ലിങ്ങും കളക്ട് ചെയ്യണം. പിന്നെ നമുക്കൊന്ന് മൈനിലോട്ട് പോയിട്ട് നമ്മളെ കുറച്ച് ഡീസലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടുണ്ടായിരുന്നു. ഡീസലൈറ്റ്, ടഫ് കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് വേണം ഇന്നത്തെ ബിൽഡിന്. അതും കളക്ട് ചെയ്യണം. പിന്നെ ആ കേവ് നമുക്ക് കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലോറും കൂടി ചെയ്ത് നോക്കാം. ഒരു ഡയമണ്ട് പിക്കാക്സിനുള്ള ഡയമണ്ട് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അത് ഞാൻ ഉപയോഗിക്കാതെ അവിടെ വെച്ചേക്കുവാണ്. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ ഇവിടെ ഇപ്പം നമ്മുടെ ബാണിന്റെ ഐഡിയ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിലോട്ട് വെക്കണം. സോ ഇവിടെ ഇപ്പം 1 2 3 4 5 6 ബ്ലോക്ക് നമ്മൾ എടുക്കുവാണ്. ഇത് എനിക്കിപ്പോഴും പ്ലാൻ ഇല്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ ഇത്, ഇവിടെ തന്നെ ഇത്, ഇവിടെ തന്നെ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഔട്ട്ലൈന്. നമ്മളിതിൽ മെയിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടഫ്, ഡീസ്ലൈറ്റ്, നമ്മൾ ഈ ബ്ലോക്കൊക്കെയാണ്. സോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ബിൽഡ് ചെയ്യാം. ഡീസ്ലൈറ്റും ഈ ഒരു ഇതും അതേപോലെ നമ്മുടെ കോബിൾ സ്റ്റോണും, ഇത് 3 ബ്ലെൻഡ് ചെയ്തിട്ടാണ് വെക്കാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് ഇതിനൊരു 4 ബ്ലോക്ക് ഹൈറ്റിലോട്ട് പോക്കാം. പിന്നെ ഇതൊന്ന് സ്ട്രിപ്പ് ചെയ്യണം. സ്ട്രിപ്പ് ചെയ്യലായിരിക്കും ഭംഗി. അപ്പോൾ 2 3 4. അതെ, അങ്ങനെ നമ്മൾ 4 ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇത് 4 ബ്ലോക്ക് ഈ ആയിട്ട് മതിയാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, 4 ബ്ലോക്ക് മതിയാവും. സോ നമുക്കിനി അതേപോലെ തന്നെ ഇവിടെയും എല്ലായിടത്തും ഒന്ന് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബിൽഡ് അത് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഒരു ട്രാപ്പ് ഡോറും അതേപോലെ നമ്മുടെ ഫെൻസും വെച്ചിട്ട് ഇന്നത്തെ ഒരു ജനാല കൊടുക്കാം. ഈ ഒരു ഓക്കെ, ഇത് കുഴപ്പമില്ല തോന്നുന്നു. കുഴപ്പമില്ല, നമുക്ക് ഇത് തന്നെ ഇതിലോട്ടും ചെയ്യാം. ഇവിടെ 2 ട്രാപ്പ് ഡോറ്, ഇവിടെ 2 ഫെൻസ്, ഇവിടെ ഒരു ട്രാപ്പ് ഡോറ്, ഇവിടെ ഒരു ഫെൻസ്, പിന്നെ ഇവിടെ ഒരു ട്രാപ്പ് ഡോറ്, ഇവിടെ ഒരു ഫെൻസ്, ഇവിടെ 2 ഇവിടെ 2. ലെറ്റ്സ് ഗോ. ഈ ഒരു ഡിസൈൻ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതാണ് നമ്മൾ കൊടുത്തത്. ഇനി നമുക്ക് റൂഫിലോട്ട് പോകുമ്പോൾ ഇതിനെ ഒരു 2 ബ്ലോക്ക് കൂടി നമുക്കൊന്ന് പൊക്കണം. അതേപോലെ സ്പ്രൂസിന്റെ ഒരു ഇതാണ് നമ്മൾ കൊടുക്കുന്നത്, സ്റ്റെയർകേസ്. അതേപോലെ റൂഫിൽ നമ്മളിതാ ഈ ഒരു 3 ബ്ലോക്കാണ് വെക്കാൻ പോകുന്നത്. ഓക്കെ, സോ കുഴപ്പമുണ്ടാവുമെന്ന് തോന്നുന്നു. ഇത് നമുക്ക് ഇതിനകത്തോട്ട് തൽക്കാലം വെച്ചേക്കാം. എന്നിട്ട് റൂഫിന്റെ പരിപാടി നമുക്ക് നോക്കാം.
ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മളെ കുറെ സമയത്തിന് ശേഷം നമ്മുടെ എന്ത് പറ്റിയെന്ന് അറിയില്ല, ചേട്ടറിൻ്റാണ് തോന്നുന്നു. അങ്ങനെ നമ്മൾ കുറെ സമയത്തിന് ശേഷം നമ്മുടെ ബാങ്ക് റെഡി ആക്കിയിട്ടുണ്ട്. സോ ഇനി ഇതിന്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ സ്റ്റേബിളുകൾ സെറ്റപ്പ് ആക്കണം. സ്റ്റേബിൾ സെറ്റപ്പ് ആക്കാൻ ഫസ്റ്റ് നമ്മൾ ഇവിടെ ഒരു 2 ഫെൻസ് കൊടുത്തിട്ട് ഇവിടെയും 2 ഫെൻസ് കൊടുക്കണം. ഇവിടെ അല്ല, ഇവിടെ നമുക്ക് 2 ഡോർ കൊടുക്കണം. ഇവിടെയും സെയിം തിങ് 2 സ്റ്റേബിൾസ് കൊടുത്തിട്ട് ഇതിന്റെ മണ്ടയിലൊക്കെ നമുക്ക് ട്രാപ്പ് ഡോർ വെക്കാം. ഇവിടെ രസം ഉണ്ടാവുമെന്ന് അറിയില്ല, എനിക്കിപ്പോ അങ്ങനെ തോന്നുന്നത് വെക്കാണ്. നമുക്കിപ്പോ ഒരു കുതിരയേ ഉള്ളൂ, നമുക്ക് എന്തായാലും അതിനെ ഇതിലോട്ട് ഇടാം. ഇവിടെ നമ്മുടെ സ്റ്റോറേജ് ആണ്. അതിന് വേണ്ടി നമ്മൾ കുറച്ച് ഹേബിയൽ പംപ്കിൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചെടുക്കാം. നിരത്തിയെടുത്തേക്കാം. എന്നിട്ട് കുറച്ച് പുല്ലും കൂടി ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ തിരിച്ചു വെച്ചേക്കാം. ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ സ്റ്റോറേജ്. ഇവിടെ നമുക്ക് ഇനി വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്കറിയാം. ലാൻഡ് ഉണ്ട്, അത് നമുക്ക് ഇതിന്റെ മുന്നിൽ ഇവിടെ കൊണ്ടുവെക്കാം. ലെറ്റ്സ് ഗോ. ഇനി ഇവിടെ നമ്മളെ കുതിരേനെ കൊണ്ടിടാം. കുതിരേനെ കൊണ്ടിടുന്നതിന് മുമ്പ് നമുക്ക് എന്താന്ന് വെച്ചാൽ ഒരു ഡോറുകൾ അല്ല വേണ്ട, റൂഫ് ഡോർ അല്ല, നമുക്ക് ഒരു ടോപ്പ് ഡോർ എടുക്കാം. വില്ലേജിൽ നിന്ന് പോയി തപ്പി എടുത്തിട്ട് തരാം. ഡോർസ് കിട്ടി. നമുക്ക് നേരെ ഇവിടെ നിന്ന് വെച്ചെടുത്തേക്കാം 2 ഡോർ. എന്നിട്ട് ഇനി നമുക്ക് ഇതിന്റെ മണ്ടക്കോട്ടുള്ള പരിപാടി നോക്കാം. മണ്ടക്കോട്ട് നമ്മൾ ഈ ഒരു റൂഫിന്റെ ഈ ഒരു ഓക്കിന്റെ ഈ ഒരു സംഭവം തന്നെ നോക്കാം. ഡാർക്ക് ഓക്കിന്റെ ഇങ്ങനെ നേരെ കൊണ്ടുവച്ചിട്ട് ഇതിനെ നമുക്ക് സ്ട്രിപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെയും നമുക്ക് ഇതിൽ വെച്ചിട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇനി ഇവിടേക്ക് നമുക്ക് നമ്മുടെ ഓക്ക് ക്രൂസ് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇവിടെയും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലെ മിഡിൽ പാർട്ട് ആയിട്ടുള്ളത് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. രണ്ടെണ്ണം വെട്ടിയെടുക്കേണ്ടി വരും അല്ലേ? അതെ, ഇത് രണ്ടും നമുക്കൊന്ന് വെട്ടിയെടുത്തിട്ട് നമുക്ക് ഇവിടെ വേറെ കാര്യം, അതായത് ഗൈസ് ഇവിടെ നമ്മൾ ഇങ്ങനെ 2 സ്റ്റെയർ കേസ് വെച്ച് കൊടുക്കാം. ലെറ്റ്സ് ഗോ. എന്നിട്ട് ഇതിന്റെ മണ്ടയിലൊക്കെ നമുക്ക് ഫ്ലാഗ് വെക്കാം. ഇങ്ങനെ ഒരു കുഴി കിട്ടും. അല്ല, ചുമ്മാ ആണ്, എന്നാലും വെറുതെ ഒരു രസം. ഓക്കെ, അങ്ങനെ അത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഡോറ് വരുന്ന ഭാഗത്ത് എന്തെങ്കിലും വെക്കണോ? വേണ്ടല്ലേ, ജസ്റ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതെ, കുഴപ്പമില്ല. എന്നിട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കയറാം. ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെയും നമുക്കൊന്ന് അടിച്ചു കൂട്ടണം. അത് സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ റൂഫ് വുഡ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് അടിച്ചിടാം. സോ ഗൈസ്, അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. നമ്മൾ ഇതൊന്നും എന്തൊക്കെയൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രസം കൂട്ടാൻ എനിക്കെന്തോ ഈ ഒരു ബിൽഡിനോട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഞാൻ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്ത് നോക്കി, ഒരു ഭംഗിയില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നതാണ് ഞാൻ കണ്ണു കണ്ടതൊക്കെ ആഡ് ചെയ്യുന്നത്. ജസ്റ്റ് അതേപോലെ 2 സാധനം ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് പന്നി, ഇതിൽ നമുക്ക് പോയിടാം. കാരണം നമ്മുടെ അവിടുത്തെ ബാണിൽ നമ്മൾ ആടിനും പശുവിനാണ് ഇട്ടത്. ഓക്കെ, പിന്നെ അതാ ഈ സൈഡിലും ആ സൈഡിലും ഞാൻ 2 എക്സ്ട്രാ ഒരു സ്റ്റോറേജും കൂടി ആഡ് ചെയ്തു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം കൊള്ളാമെന്ന് തോന്നുന്നതാ. കുറച്ചൊക്കെ ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ. കണ്ടോ അല്ലേ? ഇല്ലാന്ന് തോന്നുന്നു. അതെ അതെ, കുഴപ്പമില്ല, ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ കുറച്ചെങ്കിലും ഒരു ഡെപ്ത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാത്ത് ഒന്ന് ഇങ്ങോട്ട് കണക്ട് ആക്കി കൊടുക്കാം. അതുപോലെ എൻ്റെ ഒരു പെട്ടി ഇവിടെ ഉണ്ട്. ഈ ഒരു പെട്ടി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. സോ അതും കൂടി ഞാൻ പെട്ടെന്ന് ചെയ്യട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പെറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. കാരണം ഇതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ നിന്നാലേ ഒരുപാട് സമയം ഞാൻ അത് കാണിച്ചു തന്നിരുന്നു. കാരണം എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ തന്നെ കുറേ നേരം ആലോചിക്കും, എന്നിട്ട് അടുത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കൊള്ളിക്കാത്തത്. ഒരുപാട് ലെങ്താവും ഞാൻ ആലോചിക്കുന്നത് ഉണ്ടാകുന്നതൊക്കെ ഉണ്ടാകും. സോ അതാണ്. ഇനി പാത്ത് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ ഞാൻ പെട്ടെന്ന് കണക്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി അവിടെയൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്.
ഭാഗത്ത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് വീഡിയോ അതിൻ്റെ അങ്ങനെ ഗേസ് കുറേ സമയം കഴിഞ്ഞു. എൻ്റെ ക്യാരക്ടർ റെഡിയായി. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് ഗേസ് നമ്മുടെ ബിൽഡ് നമ്മൾ തീർത്തു. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാത്ത് ഇവിടുന്ന് നേരെ കണക്ട് ആക്കിയിട്ടുണ്ട്. F4 പോയി കഴിഞ്ഞാൽ പാത്ത് ഇവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് കണക്ട് ആക്കിയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ ബാണുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഒന്നും പരിപാടികളൊന്നുമില്ല, എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി അതിനകത്തോട്ട് നമ്മളെ കുതിരേനെ അങ്ങോട്ട് കയറ്റിയിട്ട് കൊടുത്താൽ മാത്രം മതി, നമ്മുടെ എല്ലാ പരിപാടികളും കഴിയും. പിന്നെ നമുക്ക് ഇതിൻ്റെ ചുറ്റും ബോൺമീലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെ കയ്യിൽ കുറച്ച് അധികം ബോൺമീൽ ചെയ്യാനുണ്ട്. അത് നമുക്ക് എന്തായാലും ചെയ്യാം, നിങ്ങൾക്കത് സെറ്റപ്പ് ആക്കാം. ആദ്യം ഞാൻ ഇനി ഇവനെ ഒന്ന് കയറ്റിടാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബിൽഡ് ഒഫീഷ്യലായിട്ട് അങ്ങ് കംപ്ലീറ്റ് ആവുമല്ലോ. ഓ ഗായ്സ് ലെറ്റ്സ് ഗോ. അങ്ങനെ അതിൻ്റെ മണ്ടേന്ന് സൂര്യൻ കുടിച്ചിങ്ങനെ വരുന്നത്. ലെറ്റ്സ് ഗോ. ഇവനെ ചാടിക്കണം. അങ്ങനെ നമ്മുടെ കുതിര ബാണിനകത്തോട്ട് ആക്കിയിട്ടുണ്ട്. സോ ഫൈനലി നമ്മുടെ കുതിരക്കൊരു വീടായിട്ടുണ്ട്. എൻ്റെ അമ്മ പുതിയ വീട് കിട്ടിയപ്പോൾ എന്നെ കൊല്ലാൻ നോക്കുക. സോ അങ്ങനെ കുതിരേനെ ഇതിനകത്തോട്ടാക്കി. ലെറ്റ്സ് ഗോ. ഇവനൊരു പേര് നിങ്ങളിപ്പോൾ കമൻറ്റ് ചെയ്തിട്ടില്ലേ ഗീസ്? നല്ല പേര് കമൻറ്റ് ചെയ്യും, നമുക്ക് അവനെ വിളിക്കാം. സോ അങ്ങനെ നമ്മുടെ ആനിമൽ ബാണിൻ്റെ പരിപാടി ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ 20 ചെയ്യാൻ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് ബാണിൻ്റെ മണ്ടേന്ന് വരുന്നുണ്ട്. സോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വെച്ചുകൂടെ അതിൻ്റെ പേയാണ്. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.